ഹലോ, ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വൃത്തിയായി കഴുകിയെടുത്ത് അതിലേക്ക് പറങ്ങിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി പെരക്കിയെടുക്കുക. എന്നിട്ട് അത് കുറച്ച് സമയം നമ്മൾ ഒരമണിക്കൂറോ അതിൽ കൂടുതൽ സമയം നമ്മളത് ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ആ സമയം നമ്മൾ ചെറുതായി അരിഞ്ഞ ഉള്ളിയും തക്കാളിയും വഴറ്റുക. ഈ ഉള്ളിയും തക്കാളിയും വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് അത് ആവും. അപ്പോൾ നമ്മൾ അതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ പിന്നെ നമ്മൾ ഇഞ്ചി, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇത് വഴറ്റ് ഉള്ളിയും തക്കാളിയും നല്ലോണം നല്ല ബ്രൗൺ നിറമായി വഴഞ്ഞ് വന്നിട്ടാകുമ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്കിട്ടിട്ട് അതും നന്നായി ഒന്ന് ഇളക്കി നല്ല മിക്സാക്കുക. ആയതിനു ശേഷം ചിക്കൻ നമ്മൾ നേരത്തെ പിഴക്കിയത് ചിക്കൻ ഇതിലേക്കിട്ടിട്ട് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. എല്ലാം കഴുകിയിട്ട് എല്ലാ ചട്ടിമ്പ്രാമ്പോലോട്ട് നെയ്യ് ഒഴിച്ച് വെച്ച് അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും മല്ലിച്ചപ്പും ഇട്ടിട്ട് നന്നാക്കി ഇളക്കി വെക്കും. മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. കാരണം നമ്മളെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇതാ ഇപ്പുറം ചോറും റെഡിയായി വെച്ചത്. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്നാ മിക്സ് ചെയ്യൽ. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് പാത്രത്തിൽ കുറച്ചായിട്ട് ചോറ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് വിതറുക. അതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ എടുത്തിടുക. ആ ചിക്കനാക്കി വെച്ച മസാല എടുത്ത് അതിൻ്റെ മുകളിൽ ഇടുക. അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചോറിടുക. അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പ് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചിക്കനും ഇടുക. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പാത്രം വൃത്തിക്ക് മൂടി വെച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ.